ഇതിൻ്റെ ചേരുവകളായിട്ട് കാണുന്നത് ഇപ്പോൾ ഓയിൽ, ഫസ്റ്റ് ഓയിൽ, പിന്നെ ജീരകം, പട്ട, ഗ്രാമ്പ്, വെല്ലുള്ളി അരിഞ്ഞത്, ഇഞ്ചിപ്പൂണ്ടിൻ്റെ പേസ്റ്റ്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞളും ഉപ്പും, മുളകും, പിന്നെ നമ്മളുടെ ആടിൻ്റെ കോട്ടി, പിന്നെ തേങ്ങാപ്പാൽ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. നല്ല ചൂടുള്ള ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നേരം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒന്ന് ചൂടായി കേട്ടോ. കരിവേപ്പില ഇടുക, കുറച്ച് മുളക്, പട്ടയുടെ ഒരു പീസ്, ഗ്രാമ്പൂൻ്റെ ഒരു പീസ്, പിന്നെ ജീരകത്തിൻ്റെയും കുറച്ച്. സ്മെല്ലിന് കേട്ടോ സംഭവം. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ വെല്ലുള്ളിയുടെ പാട്ടില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് ഉള്ളിയുടെ കളറൊക്കെ ഒന്നുകൊണ്ട് മാറും, ഇങ്ങോട്ട് ഒരു മഞ്ഞ കളറാവും. നന്നായിട്ടൊന്ന് വണക്കി കൊടുക്കുക, എല്ലാം മിക്സ് ചെയ്തിട്ടൊന്ന് വണക്കുക. അപ്പോൾ ഓയിലൊക്കെ അങ്ങോട്ട് ചട്ടിയിൽ എല്ലായിടത്തേക്കും അങ്ങോട്ട് ചേരും. കുറച്ച് നേരം വണങ്ങട്ടെ അങ്ങോട്ട് നന്നായിട്ട്. വണങ്ങിയിട്ടാ സംഭവം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് നന്നായി ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും ഇങ്ങോട്ട് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങനെ വണക്കുക. അപ്പോൾ അതിൻ്റെ ആ പച്ച സ്മെല്ലൊന്നും കൂടെ പോയി കിട്ടും. കുറച്ച് നേരം അങ്ങനെ വണക്കിയെടുക്കുക. നന്നായി വണങ്ങിട്ടോ. ആ ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ആ തക്കാളി ഇല്ലേ, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തക്കാളി കുറച്ച് വണങ്ങാൻ കുറച്ച് നേരം പിടിക്കും, പക്ഷേ നന്നായി വണങ്ങി കിട്ടി കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ തക്കാളിയുടെ ടേസ്റ്റ് മിക്സിങ്. പിന്നെ ഉപ്പും മഞ്ഞളും കുറച്ച് ചെറുതായിട്ട്, വല്ലാണ്ട് കൂടാൻ പാടില്ല കേട്ടോ, കറക്റ്റായിരിക്കണം. നന്നായി ഒന്ന് ആട്ടി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ കുറച്ചങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തിനാ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വന്നിട്ട് ഡ്രൈ ആയിരിക്കുമല്ലേ, അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് എല്ലാ ചേരുവകളും വണങ്ങാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായി വണങ്ങട്ടെ. ഈ സംഭവം ഉണ്ടാക്കാൻ കുറച്ച് ക്ഷമ വേണം കേട്ടോ. നമ്മൾ പറയണ പോലെ സംഭവം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് വണങ്ങുന്നുണ്ട്, നമ്മുടെ സംഭവം നന്നായി വണങ്ങുന്നുണ്ട്. ഇപ്പം മല്ലിയും മുളകിൻ്റെ പൊടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്യുക, നല്ലവണ്ണം മിക്സ് ചെയ്യുക. അതൊരു ഗരമത്തിനാണ്, ആ ഗരം മസാല എന്നൊക്കെ പറയില്ലേ, ആ സംഭവത്തിനാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ചട്ടി ഇങ്ങനെ ഇത് മിക്സ് ചെയ്യുമ്പോൾ സംഭവം ചട്ടി ഡ്രൈ ആവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ആഡ് ചെയ്ത സംഭവത്തിന് വന്നിട്ട് ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടും. കുറച്ച് നേരം ഇങ്ങനെ ചൂടായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് വീണ്ടും വറ്റും. വറ്റണ വരയ്ക്കും കുറച്ച് കാത്തിരിക്കുക. മസാലയൊക്കെ കൊണ്ട് നന്നായി ഒന്ന് വറ്റും. ഇങ്ങനെ വറ്റിയിട്ടാ ഒന്നൊരു മസാലയൊക്കെ ഒന്ന് വറ്റി ഒരു ഗ്രേവിയുടെ ഒരു സ്റ്റൈലിലേക്ക് എത്തിയിട്ടുണ്ട് സംഭവം. ഈ സമയത്ത് നമ്മൾ ആ കഴുകി വെച്ചിരുന്ന ഗോട്ടി, ആടിൻ്റെ ഗോട്ടി അതിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആ മസാല അങ്ങോട്ട് എല്ലായിടത്തും ഇങ്ങോട്ട് ചേരണ പോലെ നന്നായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. എല്ലാ സ്ഥലത്തേക്കും എത്തണ പോലെ ആ മസാല ആ ഗോട്ടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പിടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യുക. നൈസ് സംഭവമാട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മളുടെ ചൂടുള്ള ഇഡ്ഡലി, ദോശ, പൊറോട്ട ഇതിലേക്കൊക്കെ നല്ല ടേസ്റ്റാണ് സംഭവം.
ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. നല്ലവണ്ണം വണക്കുക. നമ്മളിപ്പോൾ വണങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. കുറച്ച് നേരം ഇങ്ങനെ വണങ്ങണം അത്. പിന്നെ ഇത് എടുത്തിരിക്കുന്നത് ഗോട്ടി വന്നിട്ട് 1/2 കിലോ ഗോട്ടിയാണ് കേട്ടോ. 1/2 കിലോ ഗോട്ടി നമ്മൾ ആദ്യം വന്നിട്ട് 4 വിസിൽ വെച്ചിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ആ 4 വിസിലിന് ശേഷമാണ് നമ്മൾ ഈ കടായിലേക്ക് മാറ്റണം സംഭവത്തിന്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് വെന്താൽ മതി സംഭവം. വന്നിട്ട് നല്ലവണ്ണം അത് പിടിക്കുകയായിരിക്കും, ടേസ്റ്റായിരിക്കും. ഇപ്പോൾ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അത്. നല്ല വെന്തുകൊണ്ടിരിക്കുകയെന്ന് പറയില്ല, വെന്തിട്ട് ആ മസാല കയ്യിലേക്ക് പിടിക്കുകയാണ്. നല്ല ലുക്കാണ് കാണാൻ സംഭവം. കഴിക്കാനും ടേസ്റ്റിയാണ്, ആരോഗ്യത്തിനും നല്ലതാണത്. ഇപ്പം നമ്മളുടെ ആട്ടിൻ്റെ ഗോട്ടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. അപ്പോൾ വ്യൂവേഴ്സ്, ഇത് ലാസ്റ്റായിട്ട് നമ്മളിത് തേങ്ങാപ്പാൽ മിക്സ് ചെയ്യണം. അതിലേക്ക് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്നുകൂടിയും ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാലിൻ്റെ സ്വീറ്റ്നെസ്, ആ ഫ്ലേവർ വന്നിട്ട് അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കും. കുറച്ച് നേരം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടാണ് നമ്മളുടെ ആടിൻ്റെ ഗോട്ടി. ഇപ്പോൾ റെഡിയായി. വ്യൂവേഴ്സ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലൊക്കെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഞങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യുക. ഓക്കെ.